ആദ്യം ഫ്രഞ്ച് പഠിച്ചപ്പോൾ എന്ത് തോന്നി? ലൈക്ക് ഇറ്റ്സ് പ്രിറ്റി ഈസി. ഇംഗ്ലീഷ് പോലുള്ള ഒരു ഭാഷയല്ല. ഓൺലൈൻ ക്ലാസ്സസും ഓഫ്ലൈൻ ക്ലാസ്സസും ഉണ്ട്. അപ്പോൾ താൻ ഓൺലൈൻ ക്ലാസ്സസ് ആണ് ചെയ്തത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം? ബോൺഷൂർ റിസ്വാൻ. ബോൺഷൂർ സർ. ഓക്കെ. അപ്പോൾ ഫ്രഞ്ച് താൻ എൻ്റെ അടുത്ത് ലിവ് ക്ലാസ്സിലാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഓഡിയൻസിനായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ആക്ച്വലി ഞാൻ ഒരു ഫ്രഞ്ച് ക്ലാസ് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൺവീനിയൻസ് ആയിരുന്നു എനിക്ക് മെയിനായിട്ട് വേണ്ടിയിരുന്നത്. പിന്നെ അതുമല്ല നല്ല ക്ലാസ്സും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു ഫൈൻഡിങ്സ് കുറേ തപ്പി അങ്ങനെ കിട്ടിയതാണ് ലെഫു. ഓക്കെ. അങ്ങനെയാണ് സാറിൻ്റെ അണ്ടറിൽ പഠിക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയത്. ഓക്കെ. അപ്പോൾ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതെ അതെ അതെ. പക്ഷേ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എന്ത് തോന്നി? ലൈക്ക് പ്രിറ്റി ഗുഡ്. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വേറെ ലെവലായിരുന്നു. ഓക്കെ. സർ, ഒരു പുതിയൊരു സ്റ്റുഡൻറ്റ് ഏത് ടൈപ്പ് ഓഫ് ക്ലാസ് ആണ് എടുക്കാൻ പ്രിഫർ ചെയ്യേണ്ടത്? ലൈക്ക് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? നല്ലൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അപ്പോൾ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നുള്ളതൊരു സബ്ജക്റ്റീവായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ സ്റ്റുഡൻറ്റിന് ഏതാണ് കൺവീനിയൻറ്റ്? ചില സ്റ്റുഡൻസിന് വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് തുടക്കത്തിൽ പ്രൊഫസറിനെ കാണണം, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ഒരു സമയം എടുത്ത് പഠിക്കണം എന്ന് താല്പര്യമുള്ള ആളുകൾക്ക് ഓഫ്ലൈനാണ് കുറച്ചുകൂടി നല്ലത്. പക്ഷേ ഓഫ്ലൈൻ മാത്രമാണ് ഒരു രീതി എന്നുള്ളതിനോട് എനിക്കൊരു യോജിപ്പില്ല. കാരണം ഓൺലൈനും വളരെയധികം കൺവീനിയൻ്റ് ആണ്. ഓഫ്ലൈനിൽ എന്തെല്ലാം കൊടുക്കാമോ അതൊക്കെ തന്നെ ഓൺലൈനിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് മോഡേൺ ടെക്നോളജി ഉള്ളതുകൊണ്ടും അതേപോലെ മോഡേൺ ടെക്നോളജി ഉള്ളതുകൊണ്ടെന്ന് ഞാൻ പറയുമ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഞാൻ മോഡേൺ ടെക്നോളജി അപ്ലൈ ചെയ്യാൻ പോകുന്നത് ക്ലാസ്സിൽ ടെക്നോളജി എന്നതിലുപരി നമുക്കതിനെങ്ങനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാം. അതൊരു പേഴ്സണൽ ടച്ചിലൂടെയാണ്. അപ്പോൾ സമയം ഒരു ഫാക്ടർ, അവരുടെ കൺവീനിയൻസ് അതനുസരിച്ച് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. സർ, ഒരാളിപ്പോൾ ഒരു ഫ്രഞ്ച് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നോർമലി എത്ര ലെവലാണ് ഉണ്ടാവുക? എത്ര സമയം എടുക്കും? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പലരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. പല സ്റ്റുഡൻസും ചോദിക്കും, ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പുതിയൊരു ലാംഗ്വേജ് ആണ് അല്ലേ, എനിക്കിപ്പോൾ ഒന്നും അറിയില്ല ഭാഷയിൽ, അതായത് മലയാളത്തിൽ ഒരു ABCD അറിയില്ല, അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ എത്ര സമയം എടുക്കും? അപ്പോൾ ഫ്രഞ്ച് ലാംഗ്വേജിൽ ബേസിക്കായിട്ട് ലെവൽസാണ് ഉള്ളത്. അപ്പോൾ ഏതൊരു ലാംഗ്വേജ് പഠിക്കുന്നത് പോലെ ഇപ്പോൾ പലരും പല ലാംഗ്വേജുകളും പഠിക്കുന്നതാണ്, ജർമ്മൻ തുടങ്ങിയ ലാംഗ്വേജുകൾ. അപ്പോൾ ഇതിനൊരു കോമൺ ഫ്രെയിം വർക്കാണ് ഉള്ളത്. ആ ഫ്രെയിം വർക്കിൽ നമുക്ക് A ലെവൽ, B ലെവൽ, C ലെവൽ, ഇങ്ങനെ 3 കാറ്റഗറിയാണ് ഉള്ളത്. A ലെവലിനെ തന്നെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് A1, A2, അതേപോലെ B ലെവലിനെ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് B1, B2, C ലെവലിനെ C1, C2, അങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ. പക്ഷേ C1, C2 എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ആർക്കും ആവശ്യമുള്ളൊരു ലെവലല്ല. തീർച്ചയായിട്ടും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആവശ്യമാണ്, പക്ഷെ നമുക്കൊരു ജോലി ചെയ്യാനോ അതേപോലെ തന്നെ റിയൽ ലൈഫിലധികം യൂസ് ചെയ്യേണ്ട ഒരു ലെവലിലുള്ള ലാംഗ്വേജസ് അല്ല, അത് കാവ്യാത്മകമായതാണ്. നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് A2 ലെവൽ വരെയാണ് സാധാരണ ഒരാൾ പഠിച്ചു പോകേണ്ടത്. പിന്നെ കുറച്ചും കൂടി ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നവരോ അല്ലെങ്കിൽ ആ ലാംഗ്വേജിൽ തന്നെ വല്ല കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് B1, B2. അപ്പോൾ ഇത് പഠിക്കാനുള്ളൊരു സമയം ഓരോ ലെവലിനും, അതായത് ഇപ്പോൾ A എന്ന് പറഞ്ഞൊരു ലെവലിന് നമുക്കൊരു 4 മാസം കൂട്ടാം. അതായത് A1 2 മാസം, A2 2 മാസം, അങ്ങനെ 4 മാസം. Bയിലേക്ക് കടക്കുമ്പോൾ കുറച്ചുകൂടി കൂടും, ഒരു 5 മാസം. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ലെവലിൽ ഫ്രഞ്ച് അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആൾക്കൊരു ഫ്രഞ്ച് അറിയാനായിട്ട് ഒരു 5 മുതൽ 9 മാസം വരെ സമയമെടുക്കും. സർ, ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ബിഗിനേഴ്സ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തിങ്ക് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അവർ അറിയേണ്ട ഒരു 3 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ഒരു ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ടത് ഫ്രഞ്ച് പഠിക്കുമ്പോൾ? 3 കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസിയേഷൻ. കാരണം നമ്മൾ പലരും ഇംഗ്ലീഷൊക്കെ പഠിച്ചതാണ് ചെറുപ്പകാലം മുതലേ, എന്നിട്ട് പലരും ആക്സെൻറ്റ് ട്രെയിനിങ്ങിനും ഒക്കെ പോകാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പോകാൻ? ഡിക്ഷൻ ട്രെയിനിങ്, അതായത് നമ്മൾ പഠിച്ചതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ല, അതൊരു ആക്സെൻറ്റ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മുന്നിലുള്ള ഒരാൾക്ക് മനസ്സിലാവാത്ത രീതിയിലേക്ക് നമ്മുടെ ഉച്ചാരണം മാറുന്നൊരവസ്ഥ. അതൊരിക്കലും നമുക്ക് ഈ ഒരു വയസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ഏജിൽ പഠിക്കുന്ന ആൾക്ക്, അതായത് ഇപ്പോൾ ഒരു മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഗ്രാജുവേഷനോ ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി ഒരു 17-18 ഇയേഴ്സ് ഓൾഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്
അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും. ഫസ്റ്റ് ഈസ് പ്രൊനൗൺസിയേഷൻ. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്രഞ്ച് എന്ന് പറഞ്ഞത് ഒരു ജെൻഡർ ബേസ്ഡ് ലാംഗ്വേജ് ആണ്. അതിൽ എല്ലാത്തിനും ഒരു ജെൻഡർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ജെൻഡർ അതിപ്പോൾ ഞങ്ങൾക്കറിയാം മസ്കുലൈൻ ഫെമിനൈൻ, സ്ത്രീലിംഗം പുല്ലിംഗം, അതാണോ സാർ ഉദ്ദേശിച്ചത്? അതെ, പക്ഷേ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിന് ഇപ്പോൾ ഒരു പേനയ്ക്കൊരു ജെൻഡർ കൊടുക്കുക മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മുടിക്ക്, ഒരു നഖത്തിന്, അല്ലെങ്കിൽ ഒരു കാറിന്, ഇതിനൊക്കെ ഒരു ജെൻഡർ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ഓർത്തു വയ്ക്കണം. അപ്പം അത് വലിയൊരു ഘടകമാണ്. അത് ആദ്യം തന്നെ പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സക്സസ്സിനായിട്ടുള്ള രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ അതിനോടുള്ളൊരു സ്നേഹം, അപ്രോച്ച്, അതേപോലെ തന്നെ കൺസിസ്റ്റൻസി. അത്രയാണ് പറയാനുള്ളത്. ഗ്രൂപ്പ് ക്ലാസ്സസ് ഉണ്ട്, അതേപോലെ തന്നെ ബിസ്പോക്ക് അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ക്ലാസ്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു ലെവലിൽ പഠിച്ചു പോകണം. അതായത് ഫ്രഞ്ച് ഒരു തുടക്കക്കാരന് കുറച്ച് പഠിക്കണം. അപ്പോൾ ലാംഗ്വേജിനെ കുറിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഗ്രൂപ്പ് ക്ലാസ്സിൽ ചേരാം. അല്ല, ഇപ്പോൾ ഒരാൾക്ക് പെർട്ടിക്കുലറായിട്ട് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഇന്നൊരു ലെവലിൽ എത്തണം, അയാൾക്ക് സ്പെഷ്യൽ ട്രെയിനിങ് വേണം, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പേഴ്സണലൈസ്ഡ് ക്ലാസ് ആണ് കുറച്ചുകൂടി നല്ലത്. അല്ല, ഒരു എക്സാമിന് ഹയർ ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ആളെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പിൽ ആദ്യം ചേർന്ന് ഒരു 1-2 മാസം പഠിച്ചതിന് ശേഷം ആണെങ്കിൽ നമ്മൾക്ക് പേഴ്സണലൈസ്ഡ് ക്ലാസ്സിലോട്ടും പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഫ്രഞ്ച് പഠിച്ചു കഴിഞ്ഞാലുള്ള ഒരു നമുക്ക് ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായിരിക്കും? ഫ്രഞ്ച് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാംഗ്വേജിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫ്രഞ്ച് ലാംഗ്വേജിന് ഏതൊരു ലാംഗ്വേജിനെ പോലെ ഇപ്പോൾ കുറച്ചെന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസ് അല്ലെങ്കിൽ UNO, അപ്പോൾ അതിലൊക്കെ ഒരു 5 ലാംഗ്വേജസ് ആണ് ഉള്ളത്. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി ആണ്, അതിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ഭാഷ എന്ന് പറയുന്നത് ഒരു ഷോക്കല്ല. കാരണം നമ്മൾ ജനിച്ച് വളരുന്ന ഒരു സമയം തൊട്ട് നമുക്ക് തമിഴ് കേൾക്കുന്നു, TV-യിൽ ഹിന്ദിയിൽ കാണുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ന്യൂസ് കാണുന്നു. ഒരു ഭാഷ എന്ന് പറയുന്നത് ഒരു പേടിപ്പെടുത്തുന്ന ഒന്നല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരികമായിട്ട്. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്. വേറെ രാജ്യങ്ങളിലോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് യൂറോപ്പിലും അവിടെയുള്ള രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവർക്ക് ഒരു ഭാഷ മാത്രം സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോൾ ഫ്രാൻസിൽ പോയി കഴിഞ്ഞാൽ സാധാരണ എൻ്റെ സ്റ്റുഡൻസ് ചോദിക്കും, സർ ഇംഗ്ലീഷ് മാൻ അല്ലേ ഇവരൊക്കെ, അല്ലെങ്കിൽ യൂറോപ്യൻസ് അല്ലേ, അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാലോ എന്നുള്ളൊരു ചിന്തയുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ അത് ശരിയല്ല. കാരണം വൈറ്റ് മാൻ മൈറ്റ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് ഓൾവേസ്, അല്ലെങ്കിൽ എല്ലാ വൈറ്റ് ആളുകളും ഇംഗ്ലീഷ് സംസാരിക്കണമെന്നില്ല. കാരണം നമ്മളെ കോളനൈസ് ചെയ്ത് ബ്രിട്ടീഷ് ആളുകളായതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചത്. ഇപ്പോൾ ഫ്രഞ്ച് കോളനൈസ് ചെയ്ത സ്ഥലങ്ങളിൽ മുഴുവൻ ഇന്ന് ഫ്രഞ്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ ആഫ്രിക്കയിൽ പല രാജ്യങ്ങളിലും ഫ്രഞ്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഫ്രഞ്ച് പഠിക്കുമ്പോൾ ഫ്രഞ്ച് ലാംഗ്വേജ് ഇറ്റ് സെൽഫ് ദാറ്റ് ഈസ് സോഫിസ്റ്റിക്കേറ്റഡ്. അതൊരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഷ ആയതുകൊണ്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് അന്വേഷിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനോട് അപ്പോൾ അവർക്ക് പല സംശയങ്ങളുണ്ടായിരിക്കാം അല്ലേ. ഇപ്പോൾ ഒരു ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു ഭാഷ, ഇപ്പോൾ ചോദിക്കാനായിട്ട് വേറൊരാളില്ല, ഇത് ശരിയാണോ തെറ്റാണോ, ഇംഗ്ലീഷ് പോലെയുള്ള ഒരു ഭാഷയല്ല. അപ്പോൾ അങ്ങനെയുള്ളവരോട് തനിക്ക് എന്താണ് പറയാനുള്ളത്? ലൈക്ക് ഐ വിൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദം ലെഫു. കാരണം ഒരാൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് ടു ഒരു പ്രൊഫഷണൽ ലെവലിലോട്ട് വരെയും നമ്മളെ പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ ഉണ്ടെന്നുള്ളത് ഞാൻ എനിക്കറിയുന്നിടത്ത് ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു വരുന്നവരുടെ അടുത്ത്. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സസും ഓഫ്ലൈൻ ക്ലാസ്സസും ഉണ്ട്. അപ്പോൾ താൻ ഓൺലൈൻ ക്ലാസ്സസ് ആണ് ചെയ്തത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം എനിക്ക് മോർണിംഗ് കുറച്ച് ടൈം തൊട്ട് ഈവനിങ് വരെ എനിക്ക് ജോബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോബിൻ്റെ ഒപ്പം തന്നെ ലൈക്ക് പാർട്ട് ടൈം ആയി തന്നെ ഫ്രഞ്ച് പഠിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഓൺലൈൻ ക്ലാസ്സിലോട്ട് വന്നത്. ഓക്കെ, ആദ്യം ഫ്രഞ്ച് പഠിച്ചപ്പോൾ എന്ത് തോന്നി? ലൈക്ക് ഇറ്റ്സ് പ്രിറ്റി ഈസി. ലൈക്ക് നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും ലൈക്ക് വിൽ ബി ഗെറ്റിംഗ് ദി ബേസിക്സ്. അപ്പോൾ അതുകൊണ്ടിട്ട് ലൈക്ക് ഇറ്റ് വാസ് പ്രിറ്റി ഗുഡ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ ഗ്രൂപ്പ് ക്ലാസ്സസ് ആയിരിക്കാം, ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആയിരിക്കും. താൻ ചെയ്തത് ഏത് ക്ലാസ് ആയിരുന്നു? ഞാൻ ഗ്രൂപ്പായിരുന്നു. ഗ്രൂപ്പ് ക്ലാസ്. ഗ്രൂപ്പ് ഓഫ് 4.
ഓക്കെ. അപ്പോൾ അതായത് 4 പേരായിട്ട്. അപ്പോൾ അത് 4 പേരായിട്ട് പഠിക്കുമ്പോൾ എങ്ങനെ തോന്നി? അതായത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സാർ അടുത്ത് ഡയറക്റ്റ് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ. ഒരു ഇൻട്രാക്റ്റീവ് ക്ലാസ് ആണ് താൻ പറയാൻ ഉദ്ദേശിച്ചത്. അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ ഫ്രഞ്ച് പഠിച്ച് സംസാരിക്കാനായിട്ട് സാധാരണ ഒരു സ്റ്റുഡൻറ്റിന് ഇപ്പോൾ തൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അതായത് പുറത്ത് പോകുന്ന ഒരാൾക്ക് ഫ്രഞ്ച് ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതെ അതെ. എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് എന്ന് തനിക്ക് തോന്നുന്നത്? കാരണം നമുക്ക് ഒരു പുതിയൊരു ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിലും നമുക്ക് എവിടെ ചെന്നാലും വി കുഡ് സർവൈവ്. ലൈക്ക് ഇപ്പോൾ ടൂറിസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിലും സ്റ്റുഡൻ്റ് ആയിട്ട് പോവുകയാണെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ സർവൈവൽ ഇസ് ദ മെയിൻ ഫാക്ടർ. അപ്പം അതുകൊണ്ട് നമ്മളൊരു ലാംഗ്വേജ് നമുക്കറിയുകയാണെങ്കിൽ അത്രയും നല്ലതാണ്.